ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിൽ നിന്ന് വരുന്നതിനെ ദൈവം വളർത്തും. അതാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കേരളത്തിലെ ചരിത്രം. കരിസ്മാറ്റിക് നവീകരണത്തെ വളർത്തിയത് മറ്റാരുമല്ല, ദൈവം തന്നെയാണ്. ജ്ഞാനസ്നാനത്തിൻ്റെ നവീകരണം എന്ന ലക്ഷ്യത്തോടെ സഭയിൽ ആരംഭിച്ച കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം കേരളത്തിൽ ആഴമായ ദൈവാനുഭവത്തോടെയും പക്വതയുള്ള ദിശാബോധത്തോടെയും വളർന്നു വരാൻ കാരണം കരിസ്മാറ്റിക് നവീകരണത്തിന് വിവിധ കാലഘട്ടങ്ങളിൽ നേതൃത്വം കൊടുത്ത KST തന്നെയാണ്. KSTയുടെ ചെയർമാന്മാരായിരുന്ന ബഹുമാനപ്പെട്ട വൈദികരുടെ ജീവിതാനുഭവങ്ങളും കരിസ്മാറ്റിക് നവീകരണ കാഴ്ചപ്പാടുകളും നമ്മോട് പങ്കുവയ്ക്കുന്ന പ്രോഗ്രാമാണ് മോസസ്. മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ നാം കൂടെയായിരിക്കുന്നത് മാനന്തവാടി രൂപതാംഗമായ ബഹുമാനപ്പെട്ട പോൾ മുണ്ടോളിക്കലച്ചൻ്റെ ഒപ്പമാണ്. അച്ഛൻ 1995 മുതൽ 98 വരെ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് നേതൃത്വം കൊടുത്ത KSTയുടെ ചെയർമാനായിരുന്നു. വളരെ വ്യക്തതയോടെ ആഴമായ ദർശനങ്ങളോടെ കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ച ബഹുമാനപ്പെട്ട പോൾ മുണ്ടോളിക്കലച്ചൻ്റെ ജീവിതാനുഭവങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചരിത്രവീഥികളിൽ നവീകരണ സമൂഹത്തെ നെഞ്ചോടു ചേർത്ത ചൂടു നൽകിയ ഇടയന്മാർ നിരവധിയാണ്. ഇത് ഫാദർ പോൾ മുണ്ടോലിക്കൽ. ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്കുമപ്പുറം ആ വലിയ മുക്കുവൻ്റെ ആണിപ്പഴുതുള്ള കരം ബലമായി കൂടെയുണ്ട് എന്ന് നവീകരണ സമൂഹത്തെ ആഴത്തിൽ പഠിപ്പിച്ച വൈദികൻ. പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തെ ദിശാബോധത്തോടെ നയിക്കാൻ അഭിഷേകം ചെയ്ത ഇടയൻ. 1995 മുതൽ 98 വരെ കേരള സർവീസ് ടീം KSTയുടെ തണലായിരുന്ന മുണ്ടോലിക്കലച്ചൻ ഇപ്പോൾ ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ സ്പിരിച്വൽ ഫാദറായി ശുശ്രൂഷ ചെയ്യുന്നു. നവീകരണ സമൂഹത്തിൻ്റെ ഇന്നലെകളുടെ തീരങ്ങളിൽ ശാന്തതയോടെ ദൈവസ്വരം ശ്രവിച്ച് നമ്മെ പ്രതീക്ഷയുടെ പുതിയ തീരങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ തൻ്റെ അനുഭവങ്ങൾ പോൾ മുണ്ടോലിക്കലച്ചൻ നമ്മോട് പങ്കുവച്ചു. അച്ഛാ, ഷാലോം പ്രേക്ഷകർക്കായുള്ള മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പം ആയിരിക്കാൻ ഈ ആഴ്ച ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് 1995 മുതൽ 98 വരെ ശക്തമായി നേതൃത്വം കൊടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും പ്രത്യേകിച്ച് അച്ഛൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനാനുഭവങ്ങളും യേശുവിനുഭവങ്ങളും ഒക്കെ ശാലോം പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്ന ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുണ്ടോളിക്കലച്ചനെ, പോൾ മുണ്ടോളിക്കലച്ചനെ എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിലെ ചെയർമാനായി 1995 മുതൽ 98 വരെ സേവനമനുഷ്ഠിച്ചു. അച്ഛനെ ഞങ്ങൾക്ക് പോൾ മുണ്ടോളിക്കലച്ചൻ എന്ന് മാത്രമേ അറിയൂ. അച്ഛൻ്റെ വീടും അതുപോലെ തന്നെ അച്ഛൻ്റെ വീട്ടു സാഹചര്യങ്ങളും ഒക്കെ എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താം. മാനന്തവാടി രൂപതയിലെ ഒരു വൈദികനാണ് ഞാൻ. എനിക്ക് വീട്ടിൽ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അവർ സുഖമായിരിക്കുന്നു. 5 അനുജന്മാരും 2 പെങ്ങന്മാരും ഉണ്ട്. അനുജന്മാർ കല്യാണം കഴിഞ്ഞു. പെങ്ങന്മാരിൽ ഒരാൾ സിസ്റ്ററാണ്, മദർ തെരേസയുടെ കോൺഗ്രിഗേഷനാണ്, ഈജിപ്തിലാണ്. അച്ഛൻ മാനന്തവാടിയിലാണോ വീട്? അതോ വീട് ഇടുക്കി രൂപതയിൽ പാറത്തോടാണ്. പക്ഷേ എൻ്റെ ജന്മസ്ഥലം തൊടുപുഴ വണ്ടമറ്റമാണ്. ഞങ്ങൾ 1978 ഇടുക്കി രൂപതയിൽ പാറത്തോടിന് മാറുന്നത്. അച്ഛൻ വൈദികനായ വർഷം 1978 ഡിസംബർ 23.
അതിനുശേഷം മാനന്തവാടി രൂപതയിലായിരുന്നു അച്ഛൻ്റെ ശുശ്രൂഷ രംഗം. മാനന്തവാടി രൂപതയിലാണെങ്കിലും പിന്നെ മറ്റ് ഈ KST ചെയർമാനായിട്ടും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സെമിനാരിലായിട്ട് തന്നെ 15 വർഷമായി. അങ്ങനെ രൂപതയിൽ കുറച്ച് വർഷമായിരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ശരി ശരി. അച്ഛാ, ഈ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള അച്ഛൻ്റെ ഒരു കടന്നുവരവ്, അച്ഛൻ ധ്യാനം കൂടാനിടയായ സാഹചര്യം, അതിനോടൊരു താല്പര്യം തോന്നാനുണ്ടായ കാരണം, ഇക്കാര്യങ്ങളൊന്ന് പറയാമോ? 1986 അവസാനമാണ് ഞാൻ റോമിൽ നിന്ന് ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയത്. ആ അവസരത്തിൽ കുളത്തുവയലിലൊക്കെ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ തുടങ്ങി വന്നു. അപ്പോൾ തൂങ്കുഴി പിതാവ് എന്നോട് ചോദിച്ചു, ഈ ധ്യാനം ഒന്ന് കൂടിയിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം, ഒരു ഇവാലുവേഷൻ പറയണം. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ വേറെ 2-3 അച്ഛന്മാർ ഞങ്ങൾ ഒരുമിച്ചൊന്ന് ധ്യാനത്തിന് പോകാമെന്ന് ആലോചിച്ചു. അത് അന്ന് ഞർലക്കാട്ട് അച്ഛനായിരുന്ന അച്ഛൻ ഇപ്പോഴത്തെ തലശ്ശേരി ആർച്ച് ബിഷപ്പാണ്. പിന്നെ ജോർജ് മൂലയിൽ അച്ഛൻ, ജെയിംസ് കുറ്റിമാക്കൽ അച്ഛൻ, ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ധ്യാനത്തിന് കുളത്തുവയിൽ പോയി. അതിൽ പങ്കെടുത്തപ്പോഴേ ഒരു നല്ല അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങൾ അതിനുശേഷം എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂടി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുറന്ന് പറയുന്ന ഒരു രീതി. ഞങ്ങൾ തന്നെ 4 അച്ഛന്മാർ, ഞങ്ങൾ കൺഫെഷനൊക്കെ ആണെങ്കിലും കുമ്പസാരമൊക്കെ ആണെങ്കിലും ഞങ്ങൾ പരസ്പരം നടത്തുന്നു, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നു. അങ്ങനെ ഒരു ഷെയറിങ് അങ്ങനെ തുടങ്ങിയതാനും 1 മാസം ആയപ്പോഴേ ഞങ്ങൾക്ക് തോന്നി രൂപതയിലൊരു ധ്യാനം കഴിയുന്നിടത്തോളം ആളുകളെ ഈ അനുഭവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ധ്യാനം രൂപതയുടെ പാസ്റ്റർ സെൻ്ററിൽ തുടങ്ങാമെന്ന് ആലോചിച്ചു. അങ്ങനെ ആദ്യത്തെ ധ്യാനം 67 പേര് പങ്കെടുത്ത് തുടങ്ങി. പിന്നെ അതുമുതൽ മാനന്തവാടിയിൽ മുടങ്ങാതെ ഇന്ന് വരെ ഈ ധ്യാനങ്ങളെല്ലാം. പക്ഷേ കേരളത്തിലെ രൂപതകളിൽ ആദ്യമായിട്ടൊരു ധ്യാനം നടക്കുന്ന രൂപത മാനന്തവാടി രൂപതയായിരുന്നു. അതെ അതെ, രൂപതാ തലത്തിൽ ആദ്യം നടക്കുന്ന മാനന്തവാടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഞങ്ങളുടെ ഒരു 1 ഡേ ഏകദിന പ്രാർത്ഥന തുടങ്ങി ആദ്യ വെള്ളിയാഴ്ചകളിൽ. അങ്ങനെ തുടങ്ങി അത് ക്രമേണ ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു വലിയ ഷെഡ് പണിയാൻ ആലോചിച്ചു. അത് തന്നെ ഒരു വലിയൊരു ദൈവാനുഭവമായിരുന്നു. കാരണം ആദ്യം ഈ പാസ്റ്റർ സെൻ്ററിൻ്റെ ഹോളിൽ 350 പേർക്കൊക്കെ ഇരിക്കാവുന്നൊരു അവിടെ ഹോളിലായിരുന്നു പ്രാർത്ഥന നടത്തിയിരുന്നത്. പക്ഷെ ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരുന്നപ്പോൾ വരാന്തയിലും പരിസരത്തുമൊക്കെ ആളുകൾ ആയി, മഴക്കാലമായി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സെൻറ്റർ പണിയാമെന്നൊക്കെ ആളുകൾ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴത് ഇപ്പോഴും വേണ്ടാന്നൊരു സന്ദേശമാണ് കിട്ടിയത്. പിന്നെ 1 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ഏകദേശം അതിന് ഇരട്ടിയായി. അപ്പോഴും എല്ലാവരും ഇങ്ങനെ, കാരണം മഴക്കാലത്തൊക്കെ ഉണ്ട്, അപ്പോൾ ആളുകൾ പുറത്ത് കുടയും പിടിച്ച് 5-6 മണിക്കൂർ സമയം അവിടെ എല്ലാ ഈ ആദ്യ വെള്ളിയാഴ്ചകളിൽ കുർബാന, വചനപ്രഘോഷണം, ആരാധന, കൊന്ത, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും സമയം 1986-87 കാലഘട്ടങ്ങളിലൊക്കെ 87 മുതൽ തുടങ്ങിയതാണ്, 87. അപ്പോൾ അങ്ങനെ ആയപ്പോൾ 2ാമത്തെ വർഷമായപ്പോൾ പിതാവും പറഞ്ഞു, വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കുക, എങ്കിലും പ്രാർത്ഥിച്ച് ദൈവഹിതം അറിഞ്ഞ് തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ അങ്ങനെ തീരുമാനിച്ചിരുന്നതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അപ്പോഴും ഒരു നെഗറ്റീവായിട്ടാണ്, വേണ്ട ഇപ്പോഴെന്നുള്ള ആശയമായിരുന്നു. പക്ഷെ 3 വർഷം കഴിഞ്ഞ് വീണ്ടും പിതാവൊക്കെ ഇങ്ങനെ പറഞ്ഞ അവസരത്തിൽ പിതാവ് സഹായിക്കാം, ഇതൊരാവശ്യമാണ്, ജനങ്ങൾ ഇത്രയും വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പോസിറ്റീവായിട്ട് മെസ്സേജ് കിട്ടി. അപ്പോൾ അങ്ങനെ പണിയാൻ ആലോചിച്ചപ്പോൾ അവിടെ ഒരു വലിയ കുന്നുണ്ട്. ആ കുന്ന് നിരത്തിയാൽ അവിടെ ഗ്രൗണ്ടൊന്നുമില്ല, അവിടെ കെട്ടി ഹോള് പണിയണമെങ്കിൽ തന്നെ. അപ്പോൾ അതിന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ അന്ന് JCB ഒന്നും അത്ര സാധാരണമായിട്ടില്ല. ആളുകൾ പറഞ്ഞു അവർ വന്ന് പണിക്ക് സഹായിക്കാം, അങ്ങനെ 100-200 പേരൊക്കെ പണിക്കൊക്കെ വന്നു. പക്ഷേ മഴ അടുത്ത് വരുന്നു, പെട്ടെന്ന് ഇത് പണി തീർക്കാൻ മാർഗ്ഗമില്ല. അങ്ങനെ ഏതായാലും അന്വേഷിച്ചപ്പോഴാണ് അവിടെ ഒരു പടിഞ്ഞാറത്ര എന്ന് പറയുന്ന സ്ഥലത്തൊരു ഡാം പണിയുന്നുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ JCB ഉണ്ട്, 1-2 ഉള്ളൂ, വലിയ കനാല് പണിയുന്നവർ. അപ്പോൾ ആ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഏപ്രിൽ മാസത്തിലാണ് ചെല്ലുന്നത്, മാർച്ചിൽ തീരേണ്ട പണി തീർന്നിട്ടില്ല, അതുകൊണ്ട് നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ അല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ഈ ആളുകൾ ട്രാക്ടറും ഒക്കെ ആയിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴേ ഈ കോൺട്രാക്ടർ എന്നെ അന്വേഷിച്ച് വന്നിട്ട് അപ്പോൾ എനിക്കത് എന്താണ് അദ്ദേഹം വന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, അച്ഛനിങ്ങനെ JCB ചോദിച്ചിരുന്നല്ലോ. ഞാൻ ചോദിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ തിരക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഈ പണി തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങനെ ചോദിച്ചു പോകുന്നതിന് ശേഷം അദ്ദേഹത്തിന് ഈ വലിയ കനാലിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ കുഴിക്കുന്നതിന് ഇരട്ടി മണ്ണ് ഇതിലേക്ക് വീഴുകയാണ്, അതുകൊണ്ട് പണി പ്രൊസീഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ എന്താ പ്ലാനാണോ സംശയമുണ്ട്. അതുകൊണ്ട് അച്ഛന് JCB കൊണ്ടുവന്ന് ഈ പണി തീർത്തിട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. JCB തിരിച്ചു തന്നാൽ മതി, അത് എത്രയും വേഗം തീർത്തിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു അതിന് ഇപ്പോഴും കയ്യിൽ അത്രയ്ക്ക് പൈസയൊന്നുമില്ല, കാരണം അന്ന്
1500 എങ്ങാണ്ട് ഒരു മണിക്കൂറിന് കൊടുക്കണം, ഇത്രയും പൈസ ഒന്നുമില്ല. പക്ഷേ അയാൾ പറഞ്ഞു അച്ഛന് സാവകാശം സാധിക്കുന്ന പോലെ തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ JCB കൊണ്ടുവന്ന് ഒരാഴ്ച കൊണ്ട് അത് പണി തീർത്തു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഷെഡ്, ഏകദേശം ഒരു 4000 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ളൊരു ഷെഡൊക്കെ പണിതു. പക്ഷെ അതിനെപ്പറ്റി ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോഴേ എന്തുകൊണ്ടാണ് ആദ്യ വർഷങ്ങളിൽ വേണ്ട എന്ന് അങ്ങനെ ഒരു സന്ദേശം ദൈവം തന്നത് എന്ന് ചിന്തിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ആദ്യ വർഷങ്ങളിൽ ഇങ്ങനെ ഒരു ഷെഡ്, ഒരു ഹോളൊക്കെ ഉണ്ടാക്കാൻ ആലോചിച്ചിരുന്നെങ്കിൽ, ഒരുമ്പിട്ടിരുന്നെങ്കിൽ ഇതിൻ്റെ പകുതി പോലും ഇല്ലാത്തൊരു ഹോളിൽ പണിയുമായിരുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നിപ്പോഴത് രൂപതയുടെ വലിയൊരു സെൻ്ററാണ്. ഈ എല്ലാ മാസത്തിലുള്ള ഏകദിന പ്രോഗ്രാം, അതെ സിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സെൻ്ററായിട്ടും രൂപതയിലെ മെയിൻ പ്രോഗ്രാമുകളൊക്കെ അവിടെ നടക്കുന്നു. കൺവെൻഷനുകൾ നടത്താൻ അത് ഉപകരിക്കുന്നു. അങ്ങനെയൊക്കെ കരങ്ങളുയർത്തി കർത്താവിനെ നോക്കുക. അവൻ്റെ കരങ്ങൾക്ക് കീഴിൽ ഉത്തരമുണ്ട് എന്ന് ഈ വൈദികൻ നമുക്ക് കാണിച്ചു തരുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള ഈ യുഗാന്ത്യ ശുശ്രൂഷയ്ക്ക് കരുത്തായി ദൈവാശ്രയം അത് ഒന്നു മാത്രം നമുക്ക് മതി എന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. കർത്താവിൻ്റെ ഹിതം അത് നാം തിരിച്ചറിയുക, അവൻ്റെ ഹിതത്തിനായി നാം സമർപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് മുണ്ടോലിക്കലച്ചൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അച്ഛൻ പറഞ്ഞല്ലോ, ശരിക്കും ഈ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം എന്തെന്ന് വിലയിരുത്താനാണ് അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ളവരും പോയത്. എന്തായിരിക്കും അച്ഛനെ ഈ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം അച്ഛനെ ആകർഷിക്കാൻ അല്ലെങ്കിൽ അച്ഛനെ സ്വാധീനിക്കാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കും? പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും. അത് ഈ ധ്യാനത്തിലൂടെ എനിക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം തരുന്ന സമാധാനം, സന്തോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ കഴിയുന്നിടത്തോളം ആളുകൾക്ക് ഈ അനുഭവം കൊടുക്കണം. അതുകൊണ്ട് ധ്യാനം ആളുകൾക്ക് വേണ്ടി നടത്തുക, പിന്നെ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനങ്ങൾ നടത്തുക, കുട്ടികൾക്ക് വേണ്ടി നടത്തുക. ഇന്ന് ക്രിസ്ത്യനൊക്കെ തുടങ്ങി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ആണെങ്കിലും ശരിക്കും മാനന്തവാടിയിലാണ് അവർ വളരെ വലിയൊരു ക്രിസ്ത്യൻ ധ്യാനം കൺവെൻഷനുകളൊക്കെ ആദ്യമായിട്ട് ക്രിസ്ത്യൻ ടീം തന്നെ വലിയ കൺവെൻഷനൊക്കെ നടത്തുന്ന മാനന്തവാടിയിലാണ്. അപ്പോൾ അങ്ങനെ യുവജനങ്ങളെയും കുട്ടികളെയും കഴിയുന്നിടത്തോളം ആളുകളെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം, ദൈവത്തിലേക്ക് അടുപ്പിക്കണം, വലിയൊരു ആഗ്രഹമായിരുന്നു അത്. തീർച്ചയായിട്ടും നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നതാണല്ലോ വെച്ചാൽ, അതായത് ധ്യാനം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ അനുഭവത്തിൽ നിലനിൽക്കുക. തീർച്ചയായിട്ടും അച്ഛനും ആ അനുഭവത്തിൽ നിലനിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വൈദികരുടെ, എനിക്കത് കേട്ടപ്പോൾ തന്നെ സന്തോഷം തോന്നുന്നു. കാരണം വൈദികർ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് വളരുന്ന ഒരു സമൂഹം, അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ അനുഭവം വളരെ സന്തോഷപ്രദമാണ്. അതോടൊപ്പം മറ്റെന്താണ് അച്ഛൻ ഈ ഒരു നവീകരണ അനുഭവത്തിൽ നിലനിൽക്കാനും തുടരാനും അച്ഛൻ സ്വീകരിച്ച അച്ഛൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന, അതുപോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അച്ഛൻ എന്തോരം പ്രാധാന്യം കൊടുത്തു? വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ദൈവവചന വായനയ്ക്കും ഞാൻ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥാനം എല്ലാ ദിവസവും തന്നെ, എത്ര തിരക്കൊക്കെ ഉണ്ടെങ്കിലും അതിനുവേണ്ടി നിശ്ചിത, ഇപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂറൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷേ സാധിക്കുന്നിടത്തോളം മുടങ്ങാതെ തന്നെ കുറച്ച് സമയമെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, അതൊക്കെ മുടങ്ങാതെ. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഭക്ഷണം വേണ്ടെന്ന് വെച്ച്, ഒരു ഫുൾ ഡേ അല്ലെങ്കിലും ഒരു ഉച്ച ഭക്ഷണം വേണ്ടെന്ന് വെച്ച് അങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കുക. അതൊക്കെ അന്ന് മുതൽ അങ്ങനെ മുടങ്ങാതെ നടത്താൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. പിന്നെ കൊന്ത സാധാരണ മുടക്കാറില്ല. വളരെ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു അനുഭവമാണ്, ഇന്നും തുടരുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അച്ഛാ, പ്രത്യേകിച്ച് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തെ അച്ഛനറിയാമല്ലോ, ആദ്യ കാലഘട്ടങ്ങളിൽ അച്ഛന് 86 എന്നൊക്കെ പറയുന്നത് ഇത് കേരളത്തിൽ നവീകരണം ആരംഭിച്ചിട്ട് ഏതാനും കൊല്ലങ്ങളേ ആയുള്ളൂ. അപ്പോൾ അതിനൊരു അത്ര സ്വീകാര്യതയൊന്നും അന്ന് പൊതുവേ ഇല്ല. അതുപോലെ തന്നെ ഇത് ചിലപ്പോഴെങ്കിലുമൊക്കെ ഇതൊരു വൈകാരിക അനുഭവങ്ങൾ മാത്രമാണെന്ന് വിലയിരുത്തപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് അച്ഛൻ നവീകരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പക്വതയോടുകൂടി നവീകരണത്തിൽ വളരാൻ, അപ്പോൾ അച്ഛൻ തന്നെയാണെങ്കിലും മാനന്തവാടി രൂപതാ തലത്തിൽ ഇത് പക്വതയോടുകൂടി വളരണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ശരിക്കും ആ കാലഘട്ടങ്ങളിലെ നവീകരണ വളർച്ചയെ അച്ഛൻ എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞാനൊക്കെ റോമിൽ പഠിച്ചിട്ട് തിരിച്ചു വന്ന് ദൈവശാസ്ത്രത്തിലെ ഡോക്ടറേറ്റൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പലരും ഒരു പുച്ഛത്തോടു കൂടിയാണ് ഇങ്ങനെ പഠിച്ചവർക്കൊക്കെ പറ്റുന്നൊരു കാര്യമാണ് ഈ കരിസ്മാറ്റിക്കിലൊക്കെ പ്രവർത്തിക്കുക. കരിസ്മാറ്റിക് ധ്യാനം എന്ന് പറയുന്നത് തന്നെ
അത്ര കാര്യമായിട്ടൊന്നും സ്വീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ, പക്ഷെ ഞാൻ കരുതിയതാണ് മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമായിട്ട് ധ്യാനം ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ബോധ്യം വന്നൊരു കാര്യങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി നിലകൊള്ളുക. കാരണം ഈ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിയുടെ, ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് ബോധ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ക്രമേണ ശ്രമിച്ചത് കൂടുതൽ അച്ഛന്മാരെ ഈ കാര്യത്തിൽ ബോധ്യപ്പെടുത്താൻ, അവരെ കുറച്ച് പേരെങ്കിലും ധ്യാനത്തിലേക്കൊക്കെ പറഞ്ഞുവിടാനും. ധ്യാനത്തിന് ഞങ്ങൾ ടീമായിട്ടാണ് ധ്യാനങ്ങൾ നടത്തിയിരുന്ന അച്ഛന്മാർ. അപ്പോൾ മറ്റുള്ളവരെ ആണെങ്കിൽ ഇടയ്ക്ക് വിളിച്ച് ഓരോ ടോക്കൊക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കുറേ പേരെയൊക്കെ അങ്ങനെ വളർത്തിയെടുക്കാൻ പരിശ്രമിച്ചു. അതുപോലെ തന്നെ അൽമായരെയും ലീഡർഷിപ്പിലേക്ക് കുറേ പേരെ വളർത്തിയെടുക്കാനായിട്ട് യുവജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നും മുതിർന്നവരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ അവരൊക്കെയാണ് ധ്യാന ടീമിൽ ആദ്യമൊക്കെ സഹായിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ കണ്ടൊരു കാര്യം, ഒത്തിരി അൽമായ സഹോദരങ്ങൾ വളരെ നല്ലൊരു സമർപ്പണ മനോഭാവത്തോടുകൂടി മുമ്പോട്ട് വന്നു. അത് രൂപതയിലൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് 2000 യുവജനങ്ങളുടെ കൺവെൻഷനുകളൊക്കെ രൂപതയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു സൗകര്യം ഇല്ലാതിരുന്ന സ്ഥലത്ത് കോളേജിൽ അവിടെ ഇവിടെയൊക്കെ ആണ് അവർ രാത്രി താമസിച്ചിരുന്നത്. പക്ഷേ വളരെ കൃത്യമായിട്ട് അവരൊക്കെ വരികയും അപ്പോൾ അതുവഴിയൊക്കെ ഒത്തിരി യുവജനങ്ങളുടെ നേതൃത്വത്തിലേക്ക് വരാനൊക്കെ അത് സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ത്യാഗബുദ്ധിയോടുകൂടി ഇതിൽ നിന്ന് എന്ത് നേട്ടം നോക്കിയിട്ടല്ല, എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു ഈ ഒരു അനുഭവത്തിലേക്ക് മറ്റുള്ളവരെയും കൊണ്ടുവരണം. അങ്ങനെ ഒരു ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒത്തിരി അൽമായ സഹോദരങ്ങളെ കണ്ടുകിട്ടാൻ സാധിച്ചു. സിസ്റ്റേഴ്സ് ഒത്തിരി സഹകരിച്ചു, വൈദികർ സഹകരിച്ചു. അങ്ങനത്തെ അനുഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു പ്രതിബന്ധങ്ങൾ ഞാൻ വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. അച്ഛൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു, അതായത് ആദ്യം ധ്യാനം കൂടി വന്ന് രൂപതാതലത്തിൽ ഒരു ധ്യാന കേന്ദ്രമൊക്കെ വേണമെന്ന് വന്ന സമയത്ത് പ്രാർത്ഥിക്കുകയും ആദ്യം വേണ്ടാന്ന് മെസ്സേജ് കിട്ടുകയും പിന്നെ കൊണ്ട് കാത്തിരിക്കുകയും ചെയ്തു എന്ന്. ശരിക്കും എനിക്ക് തോന്നുന്ന കരിസ്മാറ്റിക് നവീകരണമാണ് അങ്ങനെ ഒരു ശൈലി, ഈശോയോട് ചോദിച്ച് അങ്ങനെ ഈശോ പറയുന്നത് കേട്ട് ചെയ്യുന്ന ഒരു ശൈലി. ശരിക്കും അച്ഛന് അതിന് മുൻപ് അങ്ങനത്തെ ഒരു ശൈലി ഉണ്ടായിരുന്നോ? അതിനു മുമ്പ് ഞാൻ അത്രയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് കൃത്യമായിട്ടൊരു ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞ് അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ പൊതുവേ ദൈവവിളി സ്വീകരിക്കുമ്പോഴാണെങ്കിൽ പോലും ഹൈസ്കൂളിൽ പഠിച്ച് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് 9ാം ക്ലാസ്സിൽ. അപ്പോഴേ ധ്യാനിപ്പിച്ച അച്ഛൻ പറഞ്ഞൊരു വാചകം, നിങ്ങളെ ആരെങ്കിലും ഈശോ സന്യാസ ജീവിതത്തിലേക്കോ വൈദിക ജീവിതത്തിലേക്കോ വിളിക്കുന്നുണ്ടെങ്കിൽ ഈശോയോട് നോ പറയരുത്. അങ്ങനെ പറഞ്ഞൊരു വാചകം എൻ്റെ ഹൃദയത്തിൽ 1000 പ്രാവശ്യം അലയടിച്ചു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കൾ അവർ കൃഷിക്കാരാണ്. അതുകൊണ്ട് കൃഷിക്കൊക്കെ വീട്ടിലൊക്കെ ആയിരിക്കണം, സഹായിക്കണം എന്നൊക്കെ അവരാദ്യം ആഗ്രഹിച്ചത്. അവരെ ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല അച്ഛനാകാൻ പോകുന്നതെന്ന് ആയിരുന്നു എൻ്റെ മനസ്സിൽ. എങ്കിലും എൻ്റെ മനസ്സിലിങ്ങനെ ഈശോ വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് 1ാം സ്ഥാനം കൊടുക്കണം. അപ്പോൾ അത് പിന്നെ ഞാൻ വേറെ 1-2 പേരോടൊക്കെ ആലോചിച്ചു, അൽമായരോട് തന്നെയാണ് ആലോചിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഈശോ വിളിക്കുന്ന കാര്യത്തിന് പോകുന്നതിന് മാതാപിതാക്കൾ എതിർത്താലും കുഴപ്പമില്ല. അതെനിക്ക് ശരിക്കും അത് ദൈവം പറയുന്നതായിട്ട് തോന്നി. അങ്ങനെയാണ് ദൈവവിളി ഞാനൊരു ഫൈനൽ തീരുമാനമൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് മുതൽ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയുള്ള കാര്യങ്ങളിലെല്ലാം ദൈവം വഴി നടത്തുന്ന, അതുപോലെ തന്നെ ദൈവഹിതം ആരാഞ്ഞ് പോകുന്ന ഒരു രീതി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നപ്പോൾ അത് കുറച്ചുകൂടി അങ്ങോട്ട് എളുപ്പമായി. ദൈവത്തോട് കൂടെ നടക്കുക, അപ്പോൾ എല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്ന നിഷ്കളങ്ക വിശ്വാസം ഈ വൈദികനെ നയിക്കുന്നു. നിശബ്ദമായി ദൈവത്തെ ശ്രവിക്കുവാൻ കഴിയാത്തതാണ് ഇന്ന് ദൈവമക്കൾ അനുഭവിക്കുന്ന ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് മുണ്ടോലിക്കലച്ചൻ നമുക്ക് പറഞ്ഞു തരുന്നു. ദൈവത്തെ ശ്രവിക്കാതെ നാം എന്തു ചെയ്താലും അത് ദൈവഹിതമാകണമെന്നില്ല. ഓരോ സുവിശേഷ ശുശ്രൂഷകനും ആദ്യം അഭ്യസിക്കേണ്ട ശീലം കർത്താവിനെ ശ്രവിക്കുക എന്ന മഹത്തരമായ കാര്യമാണെന്ന് നാം തിരിച്ചറിയുക. തൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ ഈശോ ശ്രദ്ധാലുവാണ് എന്ന തിരിച്ചറിവിലേക്ക് വന്ന് നാം ഈശോയുടെ സ്നേഹത്തിൽ വളരാൻ തയ്യാറാകുക എന്നതാണ് നവീകരണത്തിൻ്റെ ആദ്യ പാഠം എന്ന് അച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നു. അച്ഛനെ പരിചയപ്പെടുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം, വ്യക്തിപരമായിട്ട് ഞാനും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, അച്ഛൻ പക്വതയുള്ള ഒരു കരിസ്മാറ്റിക് അച്ഛനാണ്. പ്രത്യേകിച്ച് വളരെ അനുഭവങ്ങളുള്ള, അച്ഛൻ്റെ നേതൃത്വത്തിലൊക്കെ അത് ഞാനും അനുഭവിച്ചിട്ടുള്ള ആളാണ്. വളരെ അനുഭവങ്ങളുള്ള ആളാണ്, പക്വതയുള്ള കരിസ്മാറ്റിക് അനുഭവങ്ങളുള്ള ആളാണ്. അച്ഛൻ്റെ ഒരു വളർച്ചയിൽ അച്ഛനെ സഹായിച്ചിട്ടുള്ള, അച്ഛൻ നേരത്തെ പറഞ്ഞു വ്യക്തിപരമായ പ്രാർത്ഥനയും ജപമാലയും അതുപോലെ ബൈബിൾ വാചനയും ഒക്കെ അച്ഛനെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒപ്പം അച്ഛൻ എത്രത്തോളം ഈ കരിസ്മാറ്റിക് നവീകരണം ഒരു കൂട്ടായ്മയാണല്ലോ. ഇപ്പം മാനന്തവാടിയിലെ കൂട്ടായ്മ, അതുപോലെ വൈദികരുടെ കൂട്ടായ്മ, ഇതൊക്കെ ഒരു കൂട്ടായ്മയുടെ തലം അച്ഛനെ എത്രത്തോളം
ഒരു കരിസ്മാറ്റിക് വളർച്ചയിൽ അച്ഛനെ വ്യക്തിപരമായി ഒരു കൂട്ടായ്മയുടെ തലം അച്ഛനെ സഹായിച്ചിട്ടുണ്ട്? ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ധ്യാനം കൂടിയ ശേഷമുള്ള ഒരു 3-4-5 വർഷം പ്രത്യേകമായിട്ട് എനിക്ക് അതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. കാരണം അവിടെ രൂപതയിലെ അച്ഛന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, അൽമാരുടെ ധ്യാന ടീമിലൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ കൂടുതൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനും കുറച്ചുകൂടി അങ്ങനെ ദൈവഹിതത്തിന് എപ്പോഴും കൂടുതൽ വിധേയപ്പെടാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ തന്നെയല്ല പരസ്പരം അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അത് തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നതാണെങ്കിലും കൂടുതൽ നമുക്ക് ഇനിയും വളരണം, കൂടുതൽ അവരൊക്കെ ഒത്തിരി നന്മ ചെയ്യുന്നുണ്ട്, ഞാൻ അത്രയും ആകുന്നില്ല എന്നൊരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ വളർച്ചയ്ക്ക് ആദ്യകാലത്ത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നവീകരണത്തിൻ്റെ സമ്പത്ത് സ്നേഹത്തിലുള്ള കൂട്ടായ്മയാകുന്നു. ശിഷ്യത്വം ആഗ്രഹിക്കുന്ന ശൈലി ഗുരുവിൻ്റെ പാത തന്നെയാണ്. കാലുകഴുകി ചുംബിച്ച നസ്രായൻ്റെ മാതൃകയാണ് നമുക്ക് മുൻപിലുള്ളത്. നാം പ്രഘോഷിക്കുന്നത് സ്നേഹത്തിൻ്റെ പുതിയ സുവിശേഷമാണ്, വിടുതലിൻ്റെ സന്ദേശമാണ്. യേശു എന്ന ദൈവമാണ് ലോകരക്ഷകൻ എന്ന സ്വർഗീയ ദൂതാണ്. അതിനാൽ തന്നെ നാം സ്വർഗീയ പദ്ധതിയുടെ പങ്കുകാരാണ്. നവീകരണ ജനതയുടെ സഞ്ചാരം ഈ ബോധ്യം ഉൾക്കൊണ്ടാകണം എന്ന് മുണ്ടോലിക്കലച്ചൻ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ആദ്യകാലങ്ങളിൽ പറയുമല്ലോ, കരിസ്മാറ്റിക് നവീകരണം ആളുകൾക്ക് വളരണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഗൈഡൻസ് വേണമെന്ന്. അതിന് നമ്മൾ എൽഡറിംഗ് എന്നും അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. ആരെങ്കിലും വൈദികരുടെ ഒരു അൽമായരാണെങ്കിൽ ഏതെങ്കിലും വൈദികൻ്റെ തണലിൽ വേണം, അതുപോലെ തന്നെ മുമ്പേ പോയ ആരുടെയെങ്കിലും സഹായം വേണം. അപ്പോൾ അത്തരത്തിൽ അച്ഛനും ഒരു കൂട്ടായ്മയുടെ ഊഷ്മളമായ ബന്ധത്തിലാണ് ഈ വളർച്ചയിൽ മുമ്പോട്ട് പോയത്. അച്ഛൻ KSTയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് 1995-ലാണ്. അച്ഛൻ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അച്ഛൻ ആ ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ അച്ഛൻ എന്തൊരു ബോധ്യത്തോടെയാണ് കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് അച്ഛൻ്റെ ഈ ഒരു ദൗത്യത്തെ ഏറ്റെടുക്കുന്ന എന്തൊരു ബോധ്യത്തോടെയായിരുന്നു അന്ന്? ഞാൻ KST ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ KSC മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. മാനന്തവാടി രൂപതയിൽ അന്ന് കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ. അവിടുത്തെ സോണൽ പാസ്റ്ററൊക്കെ ആയിട്ട് സേവനമനുഷ്ഠിക്കുമായിരുന്നു. അപ്പോൾ മാനന്തവാടിയിലെ കോർഡിനേറ്ററിന് വരാനിരുന്ന ആൾക്ക് എന്തോ അസൗകര്യം വന്ന് വരില്ല, പിന്നെ വേറെ ആരും റെപ്രസെൻ്റ് ചെയ്യാനുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പോയി. കാരണം എനിക്ക് KSTയിൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും അവിടെ വന്നപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് ഇവർ പ്രാർത്ഥിച്ച് ഡിസൈൻമെൻറ്റ് നടത്തി എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്, പിതാവിനോട് പറയണം, പിതാവ് ഇതിൻ്റെ തീരുമാനം അനുസരിച്ച് അതിനെടുക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ പിതാവിനോട് ചോദിച്ചപ്പോഴേ പിതാവ് പറഞ്ഞു, എനിക്ക് പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക, അവരിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. അങ്ങനെ അതൊരു ദൈവ നിയോഗമാണ്. ശരിക്കും അത് ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് എനിക്ക് തോന്നിയത്. ആ കാലഘട്ടത്തിലൊരു പ്രത്യേകത, അതിൻ്റെ തലേവർഷം ഡിസംബറിലാണ്, അതായത് ഇത് ഏപ്രിലോ മെയ് മാസത്തിലാണ്, തലേവർഷം ഡിസംബറിലാണ് ബിഷപ്സ് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ സംബന്ധിച്ച് ചില ഗൈഡ് ലൈൻസ് കൊടുത്തിരുന്നു. അതായത് കുറച്ചുകൂടി ബിഷപ്സ് ആ കാര്യങ്ങളെ സംബന്ധിച്ചൊരു നിയന്ത്രണം, ചില കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന. അപ്പോൾ ഞാൻ പങ്കെടുത്ത ഈ KSC മീറ്റിങ്ങിൽ പൊതുവെ പറഞ്ഞു, ഇനി KSTക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല, കാരണം ഇനി ബിഷപ്സാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. കാരണം അത്രയധികം ഈ സഭയോട് ഈ രൂപതകളോടും ഒക്കെ അത്രയധികം അങ്ങ് ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു കരിസ്മാറ്റിക് നവീകരണം. അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും അത്രയധികം അങ്ങോട്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷെ ഞാൻ അന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇത് കൂടുതൽ നവീകരണത്തിന് നന്മയ്ക്കായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതോർത്തൊന്നും ആരും വിഷമിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഇപ്പോൾ ദൈവം പുതിയ വഴികൾ കാണിച്ചു തരും. അങ്ങനെ പറഞ്ഞ് ഏതായാലും അതിനുശേഷം ഞാൻ ശ്രമിച്ചത് എല്ലാ രൂപതകളിലെയും കൂടുതൽ ബിഷപ്സൊക്കെ ആയിട്ടും അച്ഛന്മാരുമായിട്ടും കോൺടാക്റ്റ് ചെയ്യാനും ഈ നവീകരണത്തിന് കുറച്ചുകൂടി ഒരു ഉണർവുണ്ടാകത്തക്ക വിധത്തിൽ. കാരണം കുറേ ആദ്യത്തെ ആ ഒരു വലിയ തീഷ്ണത കുറച്ചൊന്ന് കുറഞ്ഞ് കൊണ്ടിരുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ചാർജൊക്കെ എടുക്കാനിട വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഏതായാലും ഏറ്റെടുത്തത്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ആ ഒരു നിയോഗം 3 വർഷത്തേക്ക് അച്ഛൻ ഏറ്റെടുക്കുകയും കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് ഒരു ദിശാബോധം നൽകാനായിട്ട് അച്ഛൻ്റെ ഒരു ഇടപെടൽ ഏറെ സഹായകരമായിട്ടുണ്ട്. അച്ഛൻ്റെ വ്യക്തി ജീവിതം പോലെ തന്നെ അച്ഛൻ എത്രത്തോളം ആദ്യം പരിശുദ്ധാത്മാവിനോട് ഒരു തുറവി കാണിച്ചോ, ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ തുറവി കാണിച്ചോ, ആ തുറവി തന്നെയാണ് അച്ഛൻ ഈ ഒരു ചെയർമാൻ
ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോഴും കാണിച്ചത്. അതുകൊണ്ട് അച്ഛനെ ദൈവം നയിച്ചു, ആ ഉത്തരവാദിത്വത്തിൽ ദൈവം നയിച്ചു എന്ന് അച്ഛന് തുറന്നു പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ദൈവമാണ് അച്ഛനെ കൊണ്ട് നടന്നത്, അതെ, പുതിയ വഴികളിലേക്ക് നയിച്ചു. അതിൽ വെച്ചാൽ അച്ഛൻ്റെ ഈ ഒരു കരിസ്മാറ്റിക് നവീകരണത്തോടുള്ള അച്ഛൻ്റെ ഒരു ആഭിമുഖ്യവും അതുപോലെ അച്ഛൻ്റെ കരിസ്മാറ്റിക് നവീകരണത്തിലെ അനുഭവങ്ങളും, പ്രത്യേകിച്ച് ആദ്യ സമയത്തുള്ള അച്ഛൻ്റെ കരിസ്മാറ്റിക് നവീകരണത്തിലെ വളർച്ചയും അതിനച്ഛനെടുത്ത ചില സ്റ്റെപ്പുകളും, കർത്താവിനോട് ആലോചന ചോദിച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അച്ഛനെടുത്ത ആ ഒരു രീതികളുമൊക്കെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ഞങ്ങൾക്ക് കുറച്ചുകൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ദൈവത്തെ കേൾക്കുന്നതിനുമൊക്കെ പ്രചോദനം നൽകുന്നു. അച്ഛൻ്റെ ഈ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ഞങ്ങൾ ഏറെ നന്ദി പറയുന്നു. വീണ്ടും അച്ഛൻ്റെ കുറച്ചുകൂടി ആഴത്തിലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അച്ഛൻ്റെ കുറേ കൂടി ആഴമുള്ള അനുഭവങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നന്ദി. പരിശുദ്ധാത്മാവിൻ്റെ തീജ്വാല നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ പുരോഹിതൻ ബലിപീഠത്തിലേക്ക് യാത്രയാകുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ സുഗന്ധം ആവോളം നുകരുന്നു. പ്രതിസന്ധികളുടെ നടുവിലും സങ്കടങ്ങളുടെ തിരമാലകൾക്കു നടുവിലും ദൈവാശ്രയത്തിൻ്റെ തണൽ ഈ പുരോഹിതന് കരുത്താകുന്നു. നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായി സുവിശേഷം സ്നേഹമായി പ്രഘോഷിക്കുവാനായി ഇന്നും ഈ പുരോഹിതൻ സഞ്ചരിക്കുന്നു. ആ ക്രൂശിതൻ്റെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ പിന്നിട്ട് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൻ്റെ പുതിയ സ്വർഗീയ പ്രഭയിലേക്ക്. വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുവില്ലെന്നേ ഒരു നാളും അകറ്റുവില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. അകറ്റുവില്ലെന്നേ ഒരു നാളും അകറ്റുവില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാകുവാനിൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകാം, ഞാൻ നിനക്കായി പോകാം, പാകുവാൻ നിൻ വചനം